ആർത്തവ വിരാമം മെനോപോസിന് ശേഷം ബ്ലീഡിംഗ് ഉണ്ടാകാമോ? ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ലെവൽ കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഇപ്പം നമ്മൾ യോനിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ യോനിയിൽ ഹോർമോണിൻ്റെ ലെവൽ കുറഞ്ഞിട്ട് എപ്പിത്തീലിയം തിൻ ചെയ്ത് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വന്നിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകാം. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ദശ വരിക, പോളിപ്പ് വരിക, ഇവൻ ക്യാൻസർ വന്നു വേണമെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടാകാം. പിന്നെ ഗളം എന്ന് പറയുന്നത് ഗർഭാശയ ഗളം എന്ന് പറഞ്ഞാൽ സെർവിക്സ് ആണ്. ഇവിടെ എന്തെങ്കിലും ദശ വരിക, പോളിപ്പ് ഉണ്ടാകുക, അല്ലെങ്കിൽ അൾസർ ഉണ്ടാകുക, ഇതിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ടാകാം. യൂട്രസിൻ്റെ അകത്ത് ഈ എൻഡോമെട്രിയം എന്ന് പറയുന്ന ഉള്ളിലെ ഭിത്തിയാണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ ദശ വരിക, പോളിപ്പ് വരിക, അതുപോലെ അത് ഇൻഫ്ലമേറ്ററി റിയാക്ഷനായിട്ട് തിന്നിങ് വരിക, അല്ലെങ്കിൽ ഹൈപ്പർപ്ലേസിയ വരിക. ഇങ്ങനെ എല്ലാ കാരണങ്ങൾ കൊണ്ടും ബ്ലീഡിങ് ഉണ്ടാകാം. എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഇതെല്ലാം ക്യാൻസറാണ്. അല്ല, 90% ബിനൈനാണ്, 10% മാത്രമേ ക്യാൻസറിന് ചാൻസ് ഉള്ളൂ. എങ്കിലും നമ്മൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്ങിന് വേണ്ട ബയോപ്സിയും അൾട്രാസൗണ്ടും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്.